ഹലോ ഗൈസ്, അപ്പോൾ നമുക്കൊരു അടിപൊളി ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കിയാലോ. അതിനായിട്ടൊരു പാൻ ചൂടാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതൊഴിച്ചതിന് ശേഷം നമുക്ക് 2 മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അപ്പോൾ സ്ക്രാമ്പിൾ എന്ന് പറഞ്ഞാൽ ചിക്കി എടുക്കാം കേട്ടോ. അപ്പോൾ 2 മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുരുമുളകും ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ നമുക്ക് സ്ക്രാമ്പിൾ ചെയ്ത് കുക്കായി വരുമ്പോഴത്തേനും ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ആ പാനിലേക്ക് തന്നെ വേണമെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ആ എണ്ണയിൽ തന്നെ ചെയ്യാം കേട്ടോ. ഒരു സവോള കട്ട് ചെയ്തത്, ഒരു ടൊമാറ്റോ, ഒരു പച്ചമുളക്, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒരു ഹാഫ് കുക്കുന്ന രീതിയിൽ വഴറ്റിയാൽ മതി കേട്ടോ. നമ്മൾ കംപ്ലീറ്റ്ലി അങ്ങ് ഭയങ്കരമായിട്ട് ഓവറായിട്ട് വഴറ്റേണ്ട കാര്യമില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഒഴിച്ചു കൊടുത്ത് വഴറ്റുക. ഇതൊന്ന് കുക്കാവട്ടെ കേട്ടോ. മീൻവെൽ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി ഞാനൊരു 3/4 ടീസ്പൂണും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇതും ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മുടെ നൂഡിൽസിൻ്റെ കൂടെ കിട്ടുന്ന ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് ഒരു പാക്കറ്റ് പൊട്ടിച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി നല്ലോണം മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കുക്കായി വരുമ്പോഴത്തേനും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തിങ്ങെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനും അവിടെ കുക്കാവട്ടെ. അപ്പോൾ നമ്മുടെ ഈ മസാല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അതിലേക്കും കൂടി ചിക്കൻ സ്റ്റോക്ക് ഇടുക. ഇവിടെ എൻ്റെ ഹസ്ബൻഡിന് നൂഡിൽസിൽ ചിക്കൻ സ്റ്റോക്ക് ഇടുന്നതിനോടാണ് താല്പര്യം. അത് ഇട്ടില്ലെങ്കിൽ വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ സ്റ്റോക്ക് കുറച്ച് ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചിക്കൻ സ്റ്റോക്ക് ഇട്ട് ഒന്ന് വഴറ്റി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നൂഡിൽസ് ഒന്ന് പ്രിപ്പയർ ചെയ്യണമല്ലോ. അതിനായിട്ട് ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഞാൻ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നൂഡിൽസ് എടുത്ത് വെച്ചേക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. കുക്കാവുന്ന പരുവം ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കുക കേട്ടോ. ഓവറായിട്ട് കുക്കായിപ്പോയാൽ ഇത് ഭയങ്കര സ്റ്റിക്കി ആവും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് എൻ്റെ തന്നെ മെത്തേഡാണ്. ഞാൻ വേറെ എങ്ങും നോക്കിയിട്ട് ചെയ്യുന്നതൊന്നുമല്ല. ഞാൻ പ്രിപ്പയർ ചെയ്ത് ഞാനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത മെത്തേഡാണ് കേട്ടോ. പക്ഷേ ഇത് അത്യാവശ്യം ടേസ്റ്റിയാണ്. നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ടല്ലോ. പിന്നെ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റൊക്കെ ഇടാം കേട്ടോ. ഇപ്പം ഞാൻ തൽക്കാലം ക്യാരറ്റും ബീൻസും ഒന്നും ഇടുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നൂഡിൽസ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഊറ്റിക്കളയാം. ഊറ്റിക്കളഞ്ഞിട്ട് ഇതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഊറ്റിക്കളഞ്ഞിട്ടൊന്ന് മാറ്റി വേറൊരു പാത്രത്തിലാക്കി മാറ്റി വെച്ചാൽ മതിയാവും. ഞാൻ ഊറ്റിയ സമയത്ത് കുറച്ച് വെള്ളം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന മസാല ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഭയങ്കര ഡ്രൈ ആയിട്ട് നൂഡിൽസ് ഇരിക്കുന്നതിനോട് ഇവിടെ വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ജ്യൂസി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇത് പ്യുവർലി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ ചിക്കനെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഇത് ചൂടാറാനായിട്ട് വെക്കണം. എന്നിട്ട് ഇതിൽ ഞാൻ ബോൺലെസ് പീസസ് അല്ല, എല്ലും കൂടി ഉള്ളതാണ് ഇട്ടത്. അപ്പോൾ ഇതൊന്ന് ഷ്രെഡ് ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ ചൂടൊന്ന് ആറിയിട്ട് നമുക്കിത് ചിക്കൻ എല്ലെല്ലാം ഒന്ന് കളഞ്ഞിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ പാനിലോട്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കുക, ഒന്ന് ചൂടാക്കുക. പിന്നെ ഞാനൊരു കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ട് തിള വരുന്ന ടൈമിൽ നമ്മൾ എല്ലാം കളഞ്ഞ ചിക്കൻ കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി അഗെയിൻ ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്യുക. ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നൂഡിൽസ് ഉണ്ടല്ലോ, ഇവിടെ ഞാൻ വീറ്റ് നൂഡിൽസ് ആട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ വീറ്റ് നൂഡിൽസ്
ഇതിലേക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കുക കേട്ടോ. മസാല എല്ലാ സ്ഥലത്തും പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ അടിപൊളി ചിക്കൻ നൂഡിൽസ് ട്രൈ ചെയ്യാം കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ്. സോ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഡു ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്ക് ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നിങ്ങൾ ഈ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നെങ്കിൽ.